മീനാടെ കലാപരിപാടി തുടങ്ങിയിട്ട് അവിടെ. ഇതാണ് നമ്മൾ വാങ്ങിച്ച മീൻ കേട്ടോ. നമ്മൾ കാണിച്ചു കൊടുത്തത് ഇതിൻ്റെ ഉള്ള ചണ്ടികളായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല നേരിച്ചു ഒന്ന് വെയിലത്ത് കൂടി. ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി പോകട്ടാം. ആദ്യം ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് മീൻ ഇറക്കണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് മീൻ കൂടി വാങ്ങണം കേട്ടോ. നമ്മളിന്ന് മിക്സഡ് കപ്പിന് വാങ്ങാൻ കേട്ടോ ആദ്യം പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബലു മോളിന് വാങ്ങാൻ പോകണം അല്ലേ. നമ്മളിപ്പോൾ ഇതാ യാച്ചുണ്ട്, സിനാണ്ട്, അതുപോലെ തന്നെ മീനുണ്ട്, റിച്ചുണ്ട്. അവരൊക്കെ ചോറയ്ക്കാൻ പോയിട്ട് ഇപ്പോൾ വരാൻ പറഞ്ഞു പോയിട്ടോ. കുറേ നേരമായി. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ നോക്കാം. അങ്ങനത്തെ മീൻ വാങ്ങാനുള്ളവർ വന്നിട്ടുണ്ട്, റിച്ച് വന്നിട്ടുണ്ട്. അത് പിന്നെ മീൻ വാങ്ങാൻ കവറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മാമ 2 രൂപ ഒരു കവറിന് വാങ്ങണേ. ഓട്ടം ഉണ്ടാവില്ല, ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് 2 രൂപ ഇങ്ങോട്ട് തന്നോളൂ. അങ്ങനെ മീൻ വാങ്ങണോടത്ത് എത്തിയിട്ടാ. ആ കാണാൻ വീട്ടിലാട്ട മീൻ പൈസ പൈസ അടുക്ക് സിബ് പൊട്ടിയിട്ടാ. അതിനുള്ള പൈസ ഇട്ടിക്കണേ അന്തല്ല ഉച്ച ടൈം ആയാലും വീട്ടുകാർ നല്ല ഉറക്കട്ടോ. അവരനൊക്കെ ഉറക്കത്തിനൊക്കെ എണിപ്പിച്ചിട്ടുണ്ട് ചാച്ചി. മീനാടെ കലാപരിപാടി തുടങ്ങിയിട്ട് അവിടെ. പിന്നെ പ്രകൃതി കണ്ട അപ്പം മൂത്രം വയ്ക്കണം. പിന്നെ വീട്ടിലത്തെ ബാത്റൂം ഉണ്ടായാലും പുറത്ത് പോയി മൂത്രം വയ്ക്കണ ഒരു വീടല്ലാണ്. ഇപ്പോൾ ഇവിടെ മീൻ വീട്ടിലാട്ടെ മീൻ വളർത്തുന്നത് സാധനങ്ങളുണ്ട് കേട്ടോ. ആണ് നമ്മൾ വാങ്ങിച്ച മീൻ കേട്ടോ. നമ്മൾ കാണിച്ചു കൊടുത്തത് ഇതിൻ്റെ ഉള്ള ചണ്ടികളായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല നേരിച്ചു. ഒന്ന് വെയിലത്ത് പിടിക്കും. വെയിലത്ത് ഇത് ഏതൊക്കെ മീൻ ചോദിച്ചാൽ അതൊന്നും അറിയില്ല. എല്ലാം മിക്സ്ഡ് കപ്പിയാണ് ഇത്. കണ്ട നീ എൻ്റെ മീൻ കാണിച്ചു കൊടുത്തേ. ഇതാ മീൻ നോക്കട്ടെ. കാണില്ല. പൊക്കി പിടിക്കും. ഇതാണ് അപ്പോൾ അവൻ വാങ്ങിച്ച മീൻ കേട്ടാ. റിച്ചു ഞാൻ ഈ ഇത് യാച്ചു വാങ്ങിച്ച മീൻ കേട്ടാ. ഇതാണ് ഇപ്പോൾ വാങ്ങിച്ച മീനില് ചണ്ടിട്ട് നിറച്ചാരനെ ഒന്നും കാണാനില്ല. ഏതായാലും നമുക്ക് ഇനി വീട്ടിൽ പോകാൻ, എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് മീൻ വാങ്ങാൻ പറ്റിയാണെങ്കിൽ വാങ്ങണം കേട്ടോ. ഇതിപ്പോൾ വാങ്ങിച്ചതൊന്നും ആയില്ല. നമുക്ക് കുഴപ്പമില്ല, 50 രൂപ കിട്ടിയതല്ല. നമുക്ക് ഇനി വാങ്ങണം ഇൻഷാ അല്ലാ. അങ്ങനെ മീനായിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇനി നമുക്ക് യാച്ചുവിനോട് പോകണം. യാച്ചുവിൻ്റെ മീൻ കുറച്ച് കാണിച്ചു തരാം. വായസനാണ് യാച്ചുവിൻ്റെ കുറച്ച് മീൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മീൻ തഞ്ഞത് ഞാൻ കുറച്ചധികം പരിപാടിയുണ്ട്. ഇനി ടാങ്ക് റെഡിയാക്കണം. അതൊക്കെ ഈ ഒരു വ്ളോഗിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഫവാസ് വന്നിട്ടുണ്ട്. ഫവാസ് ആരാന്ന് പറഞ്ഞ് നമ്മുടെ പുഷ്പേത്ത മൊട്ടബായിയുടെ പേരെന്താണ്? പുഷ്പേത്ത മൊട്ടബായിയുടെ പേരെന്താണ്? പറയടാ. അപ്പൊ യാച്ചുവിനെ മീൻ കാണിച്ചാലാ. ഇതാണ് യാച്ചുവിന്റെ മീൻ ഇട്ടാ. ചെക്കന് മീൻ കൊടുക്കുക. ചെക്കന് 20 രൂപയുടെ മീൻ വേണ്ടത്. ഇവിടെ നിഷാമിനുള്ള മീനാട്ടത്. അവനാ പറഞ്ഞു ഇതൊന്നും മതിയാ. ഇതൊക്കെ അവനാ. ഹായ് നിഷാമേ ഗോളടിച്ച്. ഇതിപ്പോൾ നിഷാമിൻ്റെ മീൻ. നമ്മളിനി നേഴ്സറിക്ക് പോവാണ് പിള്ളേരെ വിളിക്കാൻ. അത് കഴിഞ്ഞിട്ട് മീനുള്ളത് സെറ്റാക്കാൻ വേണ്ട. കുട്ടികളെയാണ് നമ്മൾ വിളിക്കാൻ വന്നിട്ടാ. ഒരു ജനാലക്കൂടെ നോക്കുക. വരാൻ തീർച്ചയായിട്ട് നമ്മൾ പഠിച്ച നേഴ്സറിയൊക്കെ പൊളിച്ചുവിട്ടത്. പുതിയ നേഴ്സറി പണിഞ്ഞാട്ടപ്പോൾ അടുത്ത് ഒരു കൊല്ലൊക്കെ ആയി തോന്നുന്നു. അങ്ങനെ പിള്ളേരുടെ വീട്ടിൽ ലാൻഡ് ചെയ്യിപ്പിച്ചുവിട്ടാ. ഫസ്റ്റ് മീൻ കൊടുത്ത് പറ്റിക്കാൻ നമുക്ക് പോവാം. അങ്ങനെ മീനിനെ തലക്കാലിനിപ്പോൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇതിലെടുക്കണം. അപ്പം നമുക്ക് ഫിഷ് ടാങ്കും ഒക്കെ സെറ്റാക്കണം. ഇതൊരു മീൻ ഇത് കാണണ്ട. നമ്മുടെ ഫിഷ് ടാങ്കില്ല ചെരുപ്പും കവറും എല്ലാ സാധനങ്ങളും ഇതിനുള്ള ഉള്ളിൽ കണ്ടിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റണം. പിന്നെ സിലിണ്ടറുണ്ട്, മറ്റേ ഓക്സിജൻ കൊടുക്കില്ലേ നമ്മൾ, ആ സിലിണ്ടർ ഉണ്ട് കേട്ടോ. സിലിണ്ടറല്ല, മോട്ടർ. ആ സാധനം അപ്പം നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് അടിയിലുകൊണ്ട് കഴുകി സെറ്റാക്കണം. കുറച്ച് ചെരുപ്പോളാം കേട്ടോ. ടാങ്കിൻ്റെ ഒക്കെ അപാരം കോലായിട്ടാണ്. ടാങ്കൊക്കെ ആ മോശം. ഇനി ഇതിൽ ഒരു ലോഡ് കല്ലുണ്ട് കേട്ടോ. അതുപോലെ ചെടിയുണ്ട്. ചെടി ആകെ വരണല്ലോ കേട്ടോ. നമുക്ക് ഏതായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 20 മിനിറ്റിൻ്റെ പണി ഉണ്ടിട്ട് കല്ല് ഞാൻ കാണിച്ചു കേട്ടോ. കല്ല് ഇതാ ആരിഞ്ഞ് മറന്നു പോകാണ്ടിരിക്കുക. ഇതിൻ്റെ ഉള്ള കയറ്റി വെച്ചാണ്. ഒരു 2 കിലോ കല്ലുണ്ടാവും കേട്ടോ. 2 ഉണ്ടാവും വിചാരിക്കാം.
അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊക്കെ കഴുകി സെറ്റാക്കാം. ഫിഷ് ടാങ്ക് ഇതാ കഴുകണം പോകുന്നത് ഫവാസ് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടെ ഒരാൾ കല്ല് കഴുകണ്ടിട്ടാ. കുറച്ച് കഴുകാൻ തരാം, അങ്ങനെ നന്നായിട്ടൊന്നും കഴുകണ്ട. ചെടി എടുക്കാൻ പോകുന്നത് അച്ഛോ, ആ ചെടി എടുക്കുന്നു നല്ല മുറിച്ചാണ്. ഒരു ചെടിയുള്ളൂ, ബാക്കിലൊക്കെ പോയി. അപ്പോൾ നന്നായി കഴുകണം കേട്ടോ. നമുക്ക് ഏതായാലും കഴുകാൻ കൂടിയില്ലെങ്കിൽ ചെക്കന്മാർ പകുതിട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് കഴുകണം. അങ്ങനെ ഇതാ ഫിഷ് ടാങ്ക് ഇതാ കഴുകലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി മീനിനെ നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കിയാണ്. മുകളിൽ വെക്കാനാണ് ടൈമുള്ള മീൻ നമ്മുടെ റൂമിൽ കൊണ്ടുപോയി വെക്കാനാണ്. അപ്പോൾ ഇതാ ഒരു കുട്ടി കൂടി ഉണ്ടാവും. ഒരു കുട്ടീൻ്റെ ചെറിയൊരു കുട്ടീൻ്റെ ഇട്ടാ നോക്കി നോക്ക്. അതിനെ ഇട്ട് പോന്നു നോക്കി നോക്ക്. വാതിലേ സോറി അത് തുറന്നു നോക്കി നോക്ക്. ഉണ്ടാ. അപ്പോൾ ഏതായാലും ഞാൻ അതിൽ ഫസ്റ്റ് വെള്ളം നിറയ്ക്കാം. ഞാൻ കൊണ്ടുപോകാം. പുതിയ വെള്ളം നിറക്കി ആച്ചു അതായിട്ട് മുകളിൽ പോയിക്കും. ഞാനിതിൽ വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ടേബിളിന് മുകളിലോട്ട് ഫിഷ് ടാങ്ക് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ റൂമിൻ്റെ ഉള്ളാകുമ്പോൾ തീരെ വെളിച്ചം കിട്ടില്ലായിരുന്നു. പുറത്തൊന്നും വെക്കേണ്ടത് അടിച്ചിട്ടാ ഫിഷ് ടാങ്കല്ലേ. അപ്പോൾ സെറ്റായില്ലേ. ഇവിടെ ആകുമ്പോൾ കുറച്ച് വെളിച്ചം കിട്ടും, നല്ല കാണാൻ നല്ല ഭംഗിയായില്ലേ. അപ്പം ഏതായാലും വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ കല്ലിരിക്കണോ മീനുകളൊക്കെ ഇനി എടുത്തിട്ടാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫിഷ് ടാങ്കിലത്തെ വെള്ളം നിറച്ച് നമ്മൾ സെറ്റാക്കിയിട്ടാ. ഇനി നമ്മൾ കല്ലിടണം. യാച്ചു കല്ലിട്ടോ. യാച്ചു കല്ലിട്ടോ ലാസ്റ്റ് ചോദിക്കാം. കല്ലിട്ടോ. നമുക്ക് കഴിഞ്ഞാൽ വേറെ മീനിനെ പോയി ഇറക്കണം കേട്ടോ. കൈ മുറിയാൻ നോക്കില്ല, ഭയങ്കര ഡേഞ്ചറൊക്കെ ഇല്ലേ. കുറച്ച് കല്ലൊക്കെ പോയതാട്ടാ. ഇനിയും കല്ലുകളൊക്കെ ഉണ്ടാകുന്ന ഇഷ്ടം പോലെ. ണെങ്കിൽ പെട്ടെന്നൊരു ദിവസം മോഹം തോന്നും മീനെ വളർത്താൻ. പിന്നെ അത് കഴിഞ്ഞാൽ നിൽക്കും. അങ്ങനെയുള്ള പ്രശ്നം. പരത്തിട്ട് നോക്കുക. അപ്പോൾ ഒന്നുകൂടി സെറ്റാവും. പൈസ അതൊക്കെ കിട്ടും. തക്കട കളിക്ക. കല്ല് കുറവാല്ലേ. ഇത്ര നിറച്ച് കല്ലുണ്ടാ. അതെടുക്കണ്ട, അത് അമ്മ ടേബിൾ കൊണ്ടുപോയിട്ടാ മതി. ഇപ്പം ഇത്ര കല്ല്. അപ്പം ഇനി മീനിടാൻ വേണ്ടി പോകട്ടാ. ഇപ്പൊ സംഭവം സെറ്റായിട്ടാ. ഇനി മീനിടണം. മീനിടാൻ പോകട്ടാ. ടെമ്പറേച്ചർ സംഭവം സെറ്റായിടാ. ഒരു കുട്ടീൻ്റെ ഇടയാച്ചു ആ കവറിൻ്റെ ഉള്ളിൽ. പോന്നിട്ടില്ലടാ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ സെറ്റായിട്ട് ഇനി നമുക്ക് ഇനി മീൻ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി മീൻ വാങ്ങാൻ പോകാനുള്ള നേരം കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നാളെ മറ്റേ നമുക്ക് ഏതായാലും അടുത്ത മീൻ പോയി വാങ്ങണ്ട. ഈ മീനിപ്പോൾ ഇട്ടപ്പോൾ ഇഷ്ടമെങ്കിലും ഒന്നുമില്ലാത്ത പോലെ ഇപ്പോഴും തോന്നുന്നുണ്ടാ. അപ്പോൾ ഏതായാലും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മീൻ പോയി വാങ്ങാം. ഒന്നുകൂടി കുറച്ചുകൂടി പൈസ ആയിട്ട് അടുത്ത മീനിനെ പോയിട്ട് നമുക്ക് ഇറക്കാട്ടാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ ഒരു ചാനലുണ്ട് കേട്ടോ. എന്താണ് ചാനലിൻ്റെ പേര്? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അപ്പോൾ ഇന്നാളെ കാണാം.